നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യാത്രക്കാരോടുള്ള റെയിൽവേയുടെ അവഗണന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനോടും. മംഗലാപുരം ഭാഗത്തേക്കുള്ള വണ്ടി നിർത്തിയിടുന്ന രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് അടിസ്ഥാന സൗകര്യമില്ലാതെ യാത്രക്കാരെ വലയ്ക്കുന്നത്. റേഷൻ കാർഡ് വിതരണം ഇനിയും വൈകുമെന്ന് സൂചന. 4 തവണ നീട്ടിയ കാർഡ് വിതരണം വീണ്ടും വൈകിപ്പിക്കുന്നു. പ്രതിസന്ധിയിലായി പൊതുജനങ്ങൾ. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മുൻ വർഷത്തേക്കാൾ മികച്ച വിജയവുമായി കാസർഗോഡ് ജില്ല. 13,985 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 11,081 പേർ ഉപരിപഠനത്തിന് അർഹരായി. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി രാജകോവിലകമുറ്റത്ത് ഉമ്മച്ചിത്തെയ്യം അരങ്ങിലെത്തി. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് മാപ്പിളത്തെയ്യം കെട്ടിയാടാറുണ്ടെങ്കിലും നീലേശ്വരം രാജവംശത്തിന്റെ കോവിലകങ്ങളിൽ മാത്രമാണ് ഉമ്മച്ചിത്തെയ്യം അരങ്ങേറുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന 108 വീടുകളിൽ 36 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഇരിയ കാട്ടുമാടത്തിൽ പൂർത്തിയായ വീടുകളുടെ ഗൃഹപ്രവേശന കർമ്മം കെ കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. യാത്രക്കാരോടുള്ള റെയിൽവേയുടെ അവഗണന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനോടും. പുതിയ പ്ലാറ്റ്ഫോം നിലവിൽ വന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ യാത്രക്കാർ വലയുന്നു. മംഗലാപുരം ഭാഗത്തേക്കുള്ള വണ്ടി നിർത്തിയിടുന്ന രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനാണ് ഈ ദുർഗതി. അവഗണനയുടെ പട്ടികയിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന കാസർഗോട്ടെ റെയിൽവേ സ്റ്റേഷനും ഇതേ അവസ്ഥയാണ്. ആദർശ് സ്റ്റേഷനായ കാസർഗോഡ് സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് അവഗണന നേരിടുന്നത്. 2ഉം 3ഉം പാളങ്ങൾ ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോമിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. മംഗലാപുരം ഭാഗത്തേക്കുള്ള തീവണ്ടികളാണ് ഇവിടെ നിർത്തിയിടുന്നത്. ദിവസേന 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ പ്രാഥമിക ആവശ്യത്തിന് ശുചിമുറികളും ഇല്ല എന്നതാണ് വാസ്തവം. പ്രാഥമിക ആവശ്യത്തിനായി മേൽപ്പാത ഇറങ്ങി 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തണം. സ്ത്രീകൾക്കും പ്രായമായവർക്കും വലിയ ദുരിതമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. പ്രധാന സ്റ്റേഷനുകളിലെല്ലാം 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ശുചിമുറികളുണ്ട്. ഇലക്ട്രോണിക് അറിയിപ്പ് സംവിധാനം ഉണ്ടെങ്കിലും അതിൽ വണ്ടികളുടെ വിവരമില്ല. സമയം നോക്കാൻ ക്ലോക്കോ അനൗൺസ്മെന്റ് ചെയ്യുന്നത് കേൾക്കാനുള്ള തടസ്സവും യാത്രക്കാരെ വലയ്ക്കുകയാണ്. കുടിവെള്ള മാർഗത്തിനായും കഷ്ടപ്പെടുകയാണ് യാത്രക്കാർ. രാത്രിയിലാകട്ടെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന പോയിന്റിൽ വെളിച്ചമില്ലാത്തതും യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള നിർഭയ പദ്ധതി പ്രകാരം നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല. രാത്രി യാത്രികരെയാണ് റെയിൽവേ സ്റ്റേഷന്റെ ഈ പ്രശ്നം അതീവ ഗുരുതരമായി ബാധിക്കുന്നത്. യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഈ ഒരവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. ന്യൂസ് ഡെസ്ക് KCN. റേഷൻ കാർഡ് വിതരണം ഇനിയും വൈകുമെന്ന് സൂചന. ലാമിനേഷൻ ജോലി ഇഴയുന്നതാണ് കാർഡ് വിതരണത്തെ തടസ്സപ്പെടുത്തുന്നത്. 4 തവണ നീട്ടിയ കാർഡ് വിതരണം വീണ്ടും വൈകിപ്പിക്കുന്നത് പൊതുജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സമ്മേളനത്തിനിടെ 8 MLAമാർ ഇക്കാര്യം ഉന്നയിച്ചപ്പോഴാണ് മന്ത്രി ഉറപ്പ് നൽകിയത്. ജില്ലാതലത്തിൽ ലാമിനേഷൻ പ്രവർത്തനത്തിന് വകുപ്പ് ഉത്തരവ് ഇറക്കിയതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ജില്ലകളിൽ ലാമിനേഷൻ ജോലി പ്രാരംഭഘട്ടത്തിലാണ്. ചില ജില്ലകളിൽ അതും തുടങ്ങിയിട്ടില്ല. സീഡിറ്റിനാണ് ലാമിനേഷൻ ജോലിയുടെ കരാർ. പ്രാദേശിക തലത്തിൽ ലാമിനേഷൻ പ്രവൃത്തികൾ ഉപകരാർ നൽകാനാണ് സീഡിറ്റിന്റെ ശ്രമം. ഇതിനാവശ്യമായ ജോലിക്കാരെ പ്രാദേശിക തലത്തിൽ കിട്ടുന്നില്ല. തെറ്റായ വിവരങ്ങൾ തിരുത്തിയ കാർഡല്ല വിതരണത്തിന് തയ്യാറാക്കുന്നതെന്നും പറയുന്നു. ഓൺലൈനായും റേഷൻ കടകൾ മുഖേനയും തിരുത്തിയെങ്കിലും പഴയ തെറ്റുകൾ മാറ്റിയിട്ടില്ലെന്ന് കൊല്ലത്ത് വിതരണം ചെയ്ത കാർഡുകളിൽ കണ്ടെത്തിയിരുന്നു. മുൻഗണനാ പട്ടികയിൽ നിന്ന് മാറ്റണമെന്ന് അപേക്ഷിച്ചവരെ നിലനിർത്തി വിതരണം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാർഡ് വിതരണത്തിന് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നിന്ന് നൽകിയ സമയവും വെട്ടിക്കുറച്ചിട്ടുണ്ട്. താലൂക്കുകളുടെ വലുപ്പച്ചെറുപ്പമനുസരിച്ച് 40 മുതൽ 60 ദിവസം വരെയാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് 2025 വകുപ്പ് കുറച്ചു. പുതിയ കാർഡിന് മുമ്പ് 10 രൂപയാണ് ഈടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ 100 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മുൻ വർഷത്തേക്കാൾ മികച്ച വിജയവുമായി കാസർഗോഡ് ജില്ല. 13,985 വിദ്യാർത്ഥികളിൽ നിന്നും 11,081 പേർ ഉപരിപഠനത്തിന് അർഹരായി. 362 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. മിക്ക വിദ്യാലയങ്ങളുടെയും 100% നഷ്ടമാകാൻ അപ്രതീക്ഷിത ഹർത്താലും കാരണമായി. +2 പരീക്ഷാഫലത്തിൽ ജില്ല 79.23 വിജയശതമാനം നേടി. മികച്ച വിജയമാണ് കാസർഗോഡ് ജില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ നേടിയിരിക്കുന്നത്. 105 വിദ്യാലയങ്ങളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത 14,173 പേരിൽ 19,985 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ എത്തിയത്. പരീക്ഷ എഴുതിയവരിൽ 11,081 പേർ ഉപരിപഠനത്തിന് അർഹരായി. 362 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. 16 കുട്ടികൾ 1200-ൽ 1200 മാർക്കും നേടി.
2016 77.2% വിജയശതമാനം. പഠനത്തോടൊപ്പം ജോലിയും ചെയ്ത നവാഫ് മുഴുവൻ വിഷയത്തിലും A+ നേടി. മുള്ളേരിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നവാഫ്. ഹർത്താൽ മൂലം മാർത്തോമ ബദിര വിദ്യാലയത്തിന് നഷ്ടമായത് 100% വിജയമായിരുന്നു. 17 പേരിൽ 16 പേരും വിജയിച്ചു. പരീക്ഷ എഴുതാൻ കഴിയാതെ വന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് പരാജയപ്പെട്ടത്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി രാജകോവിലകമുറ്റത്ത് ഒരിക്കൽ കൂടി ഉമ്മച്ചിത്തെയ്യം അരങ്ങിലെത്തി. ജില്ലയിലെ ചില ആരാധനാലയങ്ങളിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് മാപ്പിളത്തെയ്യം കെട്ടിയാടാറുണ്ടെങ്കിലും ഉമ്മച്ചിത്തെയ്യം അരങ്ങിലെത്തുന്നത് അള്ളട സ്വരൂപമായ നീലേശ്വരം രാജവംശത്തിന്റെ കോവിലകങ്ങളിൽ മാത്രമാണ്. രാജവംശത്തിന്റെ താവഴികളിലൊന്നായ കക്കാട്ടുമഠത്തിൽ കോവിലകത്തെ ത്രിദിന കളിയാട്ടത്തിന്റെ ഭാഗമായാണ് ഉമ്മച്ചിത്തെയ്യം അരങ്ങിലെത്തിയത്. 70 വർഷങ്ങൾക്കു ശേഷമാണ് കോവിലകത്ത് 1 തെയ്യങ്ങൾ ഇക്കുറി കെട്ടിയാടിയത്. കുലദൈവമായ യോഗ്യാർ അകമ്പടിയാണ് പ്രധാന തെയ്യം. കോവിലകത്ത് കെട്ടിയാടുന്ന ഒരു തെയ്യത്തിന്റെ കോലത്തിന്മേൽ കോലമാണ് ഉമ്മച്ചിത്തെയ്യമായി അരങ്ങിലെത്തുന്നത്. തെയ്യത്തിന്റെ മുടി മുഴുവൻ തുണി കൊണ്ട് മറിച്ച് നേരിയ വിടവിലൂടെ മാത്രമേ മുഖം കാണാൻ കഴിയുകയുള്ളൂ. മുറത്തിൽ നെല്ലിട്ട് ഉലക്ക കൊണ്ട് കുത്തുന്ന തെയ്യം തന്റെ പുരാവൃത്തം ചൊല്ലിക്കേൾപ്പിക്കുന്നു. ഉറൂസിന് പോകേണ്ടതിനാൽ അല്പം തിരക്കുണ്ടെന്നും അന്ന് നടുവിനേറ്റ പരിക്ക് കാരണം പതുക്കെ മാത്രമേ സഞ്ചരിക്കാനാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രാജകൊട്ടാരങ്ങളിൽ നിലനിന്നിരുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഉമ്മച്ചിത്തെയ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സത്യസായി ഓർഫനേജ് ട്രസ്റ്റും സംസ്ഥാന സർക്കാരും ചേർന്ന് നിർമ്മിക്കുന്ന 108 വീടുകളിൽ 36 വീടുകളുടെ നിർമ്മാണം ഇരിയ കാട്ടുമാടം ഗ്രാമത്തിൽ പൂർത്തിയായി. വീടുകളുടെ ഗൃഹപ്രവേശന കർമ്മം കെ കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റും സംസ്ഥാന സർക്കാരും ചേർന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി 108 വീടുകൾ നിർമ്മിക്കുന്നത്. ഇതിൽ 36 വീടുകളുടെ നിർമ്മാണം ഇരിയ കാട്ടുമാടം സത്യസായി ഗ്രാമത്തിൽ പൂർത്തിയായി. 10 വീടുകളുടെ ഗൃഹപ്രവേശന കർമ്മം കെ കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. പക്ഷേ അതൊരു സംശയത്തിനും വകയില്ലാതെ ആശുപത്രിയുടെ വേഗം തുടങ്ങുന്നതിന് പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കപ്പെടുന്നത്. അതിൻ്റെ ആദ്യത്തെ നടപടി എന്ന രീതിയിൽ അതിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു. റോഡിൽ പരിശോധിച്ച് അതിൻ്റെ ഫയലുകൾ എടുത്ത് പരിശോധന നടത്തിയിട്ട് പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ഡാറ്റ ഗ്രൂപ്പും അതുപോലെ LND ഗ്രൂപ്പും ഒക്കെയാണ് അതിൻ്റെ പണിയെടുക്കുന്നത്. അവരൊക്കെ എത്രയും വേഗം അതിൻ്റെ പണിയെടുത്ത് പൂർത്തീകരിച്ച് സായി പ്രസാദം ഭവന പദ്ധതി നിരാലംബർക്ക് അത്താണിയായി മാറിയതായി MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായർ അന്തേവാസികൾക്കുള്ള കിറ്റുകൾ വിതരണം ചെയ്തു. കെ ദാമോദരൻ അധ്യക്ഷനായി. കെ മധുസൂദനൻ, MK നമ്പ്യാർ, ജോർജ് പൈനാപ്പള്ളി, അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റവന്യൂ ധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് കലക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KRDSA സംസ്ഥാന ജനറൽ സെക്രട്ടറി A. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാരുടെ പ്രൊമോഷൻ പ്രശ്നം പരിഹരിക്കുക, വില്ലേജ് ഓഫീസർ തസ്തിക ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയിലേക്ക് ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിന് മുന്നിൽ റവന്യൂ ധർണ സംഘടിപ്പിച്ചത്. KRDSA സംസ്ഥാന ജനറൽ സെക്രട്ടറി A. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 972 കാലഘട്ടത്തിൽ നിജപ്പെടുത്തിയ ജീവനക്കാരുടെ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. വില്ലേജ് ഓഫീസിൽ ജോലിയെടുക്കേണ്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ വില്ലേജ് ഓഫീസർ ഏകദേശം ഇതര വകുപ്പുമായി പരിശോധിച്ച് നോക്കുമ്പോൾ 186ഓളം നിയമങ്ങളും ചട്ടങ്ങളും അനുശാസിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ജീവനക്കാരനായി മാറുന്നു.
ആ മേഖലയിൽ അത്ര കണ്ട് വ്യാപ്തിയുള്ള ജോലിയുടെ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ സങ്കീർണമായ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. ജില്ലാ പ്രസിഡന്റ് സി വി നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നരേഷ് കുമാർ, വി മണിരാജ്, വി ഭുവനേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചാബ് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന PACL നിക്ഷേപകർക്ക് സുപ്രീംകോടതി വിധിയനുസരിച്ച് നൽകാനുള്ള കുടിശ്ശിക തുക ഉടൻ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് PACL കസ്റ്റമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായുള്ള കമ്മിറ്റിയുടെ തീരുമാനം ഉടൻ നടപ്പാക്കണമെന്നും അസോസിയേഷൻ അംഗങ്ങൾ. പേൾസ് അഗ്രോടെക് കമ്പനിക്കെതിരെ നൽകിയ പരാതിയിലാണ് നിക്ഷേപകരുടെ പണം മുഴുവൻ തിരികെ നൽകാൻ 2016 ഫെബ്രുവരിയിൽ ഉത്തരവിട്ടത്. നിയമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് PACLന്റെ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക ഇടപാടുകളും സുപ്രീംകോടതി മരവിപ്പിക്കുകയായിരുന്നു. 6 മാസത്തിനുള്ളിൽ നിക്ഷേപകരുടെ തുക മുഴുവൻ തിരികെ നൽകണമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ ഉത്തരവ് ഇതുവരെ നടപ്പായിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ മാത്രം 1000-ലേറെ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളൊക്കെയും ഒരൽപ്പം കൂടുതൽ അതിൽ മെച്ചം പിടിക്കാൻ പറ്റും എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചേർന്നിരിക്കുന്നത്. അവരൊക്കെയും വളരെയധികം കഷ്ടത്തിലാണ്, വിഷമത്തിലാണ്. ഇതുവരെയായിട്ടും ഈ ലോധ കമ്മിറ്റി ഈ പണം ചേർന്നവർക്ക് നൽകുവാൻ തയ്യാറായിട്ടില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് സാമാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ത്വരിതഗതിയിലുള്ള നടപടികളും പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. ഉത്തരവ് ഉടൻ നടപ്പാക്കി ഇടപാടുകാരുടെ പണം ഉടൻ കൈമാറണമെന്നാണ് ഇവരുടെ ആവശ്യം. വാർത്താസമ്മേളനത്തിൽ VK നായർ, AG നായർ, P രവിചന്ദ്ര, A ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ബാങ്കിംഗ് മേഖലയിൽ കസ്റ്റമർ എടുക്കുന്ന സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ എസ് സംസ്ഥാന വ്യാപകമായി SBIയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് SBI ബാങ്കിന് മുന്നിൽ നടന്ന പരിപാടി ജനതാദൾ എസ് സംസ്ഥാന പാർലമെന്റ് ബോർഡ് അംഗം V രാജേഷ് പ്രേം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖലയിൽ കസ്റ്റമർ എടുക്കുന്ന സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനതാദൾ എസ് സംസ്ഥാന വ്യാപകമായി SBIയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് SBI ബാങ്കിന് മുന്നിൽ നടന്ന ധർണ ജനതാദൾ എസ് സംസ്ഥാന പാർലമെന്റ് ബോർഡ് അംഗം V രാജേഷ് പ്രേം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ് 2016 നവംബർ മാസം 8-ാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പാർലമെന്റ് അറിയാതെ, ഈ രാജ്യത്തിലെ ക്യാബിനറ്റ് അറിയാതെ കള്ളപ്പണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഏകദേശം 15 ലക്ഷം കോടി രൂപയോളം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ജില്ലാ പ്രസിഡന്റ് ടിംബാർ മുഹമ്മദ് ഖാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് KM ബഷീർ, P ദിനേശൻ മാസ്റ്റർ, രാജു കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. പുരുഷോത്തം നായിക്, അസീസ് പാട്ലടുക്ക, നൌഫൽ കാഞ്ഞങ്ങാട്, ഇസ്മയിൽ ചെമ്മനാട്, SMA തങ്ങൾ, കുറ്റ്യാടി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുനിസിപ്പാലിറ്റിയിലെ 21-ാം വാർഡിൽ 2.5 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ കുഴൽക്കിണർ നിർമ്മാണ അപാകതയിൽ പരസ്യമായി സംശയ നിവാരണം നടത്തിയെന്ന് ആരോപണം. ഇസ്മായിലിനെതിരെ കള്ളക്കേസ് നൽകിയ കൗൺസിലർക്കെതിരെ പരാതി നൽകുമെന്നും ഭാരവാഹികൾ. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 21-ാം വാർഡിൽ 2.5 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ കുഴൽക്കിണർ നിർമ്മാണ അപാകതയിൽ പരസ്യമായി സംശയ നിവാരണം നടത്തിയെന്ന് ആരോപണം. GHM അഡ്മിൻ പാനൽ എക്സിക്യൂട്ടീവ് അംഗം ഇസ്മായിലിനെതിരെ കള്ളക്കേസ് നൽകിയ കൗൺസിലർക്കെതിരെ ഇസ്മായിൽ മനുഷ്യാവകാശ ലംഘനത്തിന് പരാതി നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു മുനിസിപ്പാലിറ്റി കൗൺസിലറോട് ആ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ചോദിക്കുന്നത് ഭീഷണിയായിട്ടാണ് മാറുന്നത്. നേരത്തെ എനിക്കെതിരെ വ്യക്തിഹത്യാ കേസുകളും അതുപോലെ കേസുകളാണ് കൊടുത്തത്. കാരണം ഞങ്ങൾ ഉറക്കെ പറയുന്നുണ്ട്, എൻ്റെ ആയുധം ഫേസ്ബുക്കും വാട്സപ്പൊക്കെയാണ്, വേറൊരു ആയുധം എനിക്കില്ല. ഇപ്പോൾ കേസിൽ കൊടുക്കുകയാണ്, കൗൺസിലർമാരെ ഉപയോഗിച്ച്, സ്ത്രീ കൗൺസിലർമാരെ ഉപയോഗിച്ച് കേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ ഡയറക്റ്റ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കാൻ നോക്കുന്നുള്ളത്. അഴിമതികൾ ചോദ്യം ചെയ്താൽ വ്യാജ പരാതി നൽകുന്ന പ്രവണതയ്ക്കെതിരെ ബഹുജന സദസ്സ് നടത്താനും തദ്ദേശ വകുപ്പ് മന്ത്രി KT ജലീലിനെ സന്ദർശിച്ച് നഗരസഭയിലെ കാര്യങ്ങൾ അറിയിക്കാനും തെളിവ് നൽകാനും തീരുമാനിച്ചതായും സംഘാടകരായ ബുർഹാൻ തളങ്കര, ഇസ്മായിൽ എന്നിവർ പറഞ്ഞു.
MGM കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുജാഹിദ് വനിതാ സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കൗമാരപ്രായത്തിലെത്തിയവർക്കുള്ള ക്ലാസ്സാണിതിൽ ഏറ്റവും ഗുണമായിരിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. റമദാനോടനുബന്ധിച്ച് ഇത്തരം ക്ലാസ്സുകൾ എല്ലാ കാര്യത്തിലും വളരെ നല്ലത് തന്നെയാണ്. നമ്മുടെ കാലത്തിനൊത്ത് ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉത്ബോധനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടായിരിക്കണം. മുത്തലാഖ് മാത്രമാണ് ഇസ്ലാമിക് ശരീഅത്തിന്റെ മർമ്മം എന്ന രീതിയിൽ ഭരണാധികാരികളും ചില മാധ്യമങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വൈവാഹിക ശരീഅയുടെയും നിർദ്ദേശങ്ങൾ പാലിക്കാൻ മുസ്ലിം കുടുംബങ്ങൾ തയ്യാറാകണമെന്ന് വനിതാ സംഗമം ആവശ്യപ്പെട്ടു. ഷെരീഫ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൽ സത്താർ, അബ്ദുറാവ് മദനി, ഷമീമ, ഹാഷിം കൊല്ലമ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. മാമ്പഴ മധുരം പകർന്ന് മലബാർ മാംഗോ ഫെസ്റ്റ്. വിവിധ സ്റ്റാളുകളിലായി വ്യത്യസ്തമായ 100ഓളം ഇനം മാമ്പഴങ്ങളും അനുബന്ധ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തോടൊപ്പം വിൽപ്പനയും നടന്നുവരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലായാലും മാമ്പഴക്കാലം മലയാളിക്ക് ഗൃഹാതുരത്വമുണർത്തുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. മലബാർ മാംഗോ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് വഴി നമ്മുടെ പ്രദേശത്തിൻ്റെ ഈ പ്രത്യേകിച്ച് കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാഞ്ഞങ്ങാടിൻ്റെയും നിരീശ്വരത്തിൻ്റെയും മുനിസിപ്പൽ പ്രദേശങ്ങളിലുള്ളവർ കുറേ കൂടി വിദൂര ദേശത്തുള്ളവർ പോലും ഈ പ്രദേശത്തുള്ളവർ പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരുന്നില്ല. വർഷവും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊരു ആഘോഷമായി തന്നെ നാട്ടുകാരും ഇപ്പോൾ കാണുന്നു. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ്. പരിപാടിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. കാർഷിക കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ഒറ്റപ്പാലം സബ് കളക്ടറുമായ നോക്സി ബാവ മുഖ്യാതിഥിയായി. പി കരുണാകരൻ MP പ്രഭാഷണം നടത്തി. നിരീശ്വരൻ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ MM നാരായണൻ, നീലേശ്വരം നഗരസഭാ കൗൺസിലർ AK കുഞ്ഞികൃഷ്ണൻ, കാർഷിക സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ KM ശ്രീകുമാർ, ഡോക്ടർ യാമിനി വർമ്മ, യൂണിയൻ പ്രസിഡന്റ് അതുല്യ നന്ദകുമാർ, ഡോക്ടർ M ഗോവിന്ദൻ, ഡീൻ ജോബിൻ ജോയ് എന്നിവർ സംസാരിച്ചു. കുമ്പടാജ് മുനിയൂരിലെ അംഗൻവാടി അധ്യാപികയായിരുന്ന ആയിഷയുടെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ബദിയടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കുമ്പടാജ് മുനിയൂരിലെ അംഗൻവാടി അധ്യാപികയായിരുന്ന ആയിഷയുടെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടായിരുന്നു സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുമ്പടാജെ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമത്ത് സുഹറ, മുഹമ്മദ് കാസിം, ആനന്ദ മൗവാർ, സുദാമ ഗോസാഡ, PT അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ആയിഷയുടെ കൊലപാതകം തീർച്ചയായും ഒരു ദുരൂഹതയുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആരോപിക്കേണ്ടി വരുന്നു. കാരണം ഈ കൊലപാതകം നടന്ന് തൊട്ട് ദിവസം 2 ദിവസം ഞങ്ങളെ പിന്നിൽ ഇതിനെ അന്വേഷിക്കണം. അതുപോലെ തന്നെ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അന്വേഷിക്കണം. ഞങ്ങൾ സമരം ചെയ്തവർ ആദ്യം ഭാരതീയ ജനതാ പാർട്ടിയാണ്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ. അപ്പോൾ ആ സമരത്തിൻ്റെ ബാധയിൽ തന്നെയാണ് BJP ആ സമരത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയിട്ടില്ല. ഇന്ന് ബദലിയായി ഒരു ജനകീയ കൂട്ടായ്മ, ഒരു ജനകീയ ആക്ഷൻ കമ്മിറ്റി എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. അതിൽ കൂടുതൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ഉദ്ദേശം ഇതിൽ ഏതൊരു രാഷ്ട്രീയമായ ഉദ്ദേശമല്ല. ഇതിൽ ആരാണ് കൊലപാതകി, ഈ കൊലക്കാരായി കാരണം അവരെ കണ്ടെത്തണം എന്നുള്ളത് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമാണ്. അപകട ഭീഷണി ഉയർത്തിയ മഞ്ചേശ്വരം ഉദ്യാവരയിലെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. നിരവധി പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധത്തിനും ഒടുവിലാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. KCN ന്യൂസ് ഇമ്പാക്ട്. ജനങ്ങളിൽ ഭീതി പരത്തിയ മഞ്ചേശ്വരം വൈദ്യുതി സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഉദ്യാവര ദേശീയപാതയിലെ ഇലക്ട്രിക് പോസ്റ്റ് നിരവധി പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം മാറ്റി സ്ഥാപിച്ചു. മഞ്ചേശ്വരത്തെ ദുരിതം വിളിച്ചോതുന്ന ഇലക്ട്രിക് പോസ്റ്റിനെക്കുറിച്ചും അത് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും KCN ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി കാസർഗോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പരിഹാരം ആവശ്യപ്പെടുകയും തുടർന്ന് നിരവധി പ്രതിഷേധങ്ങൾക്കുമൊടുവിലാണ് വൈദ്യുതി ജീവനക്കാരെത്തുകയും പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുകയും
ചെയ്തത്. കാസർഗോഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കുകയും മഞ്ചേശ്വരം ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റിനോട് എത്രയും വേഗത്തിൽ പണി തീർക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ബീഡി തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി യൂണിയൻ ജില്ലാ ഫെഡറേഷൻ ജില്ലാ സമ്മേളനമാണ് നീലേശ്വരം MG സ്മാരക ഹാളിൽ നടന്നത്. പരിപാടി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്തു വന്ന കണ്ണൂർ ജില്ലയായിരുന്നു. തൊഴിലാളികളുടെ എണ്ണം വളരെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലും തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു സാഹചര്യം ഈ മേഖലക്കകത്ത് നിലനിൽക്കുന്നു. നമുക്കറിയാം, ഈ മേഖലയിലെ തൊഴിലാളികൾ നേരത്തെ ഉന്നയിക്കപ്പെട്ടു വന്നിരുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊന്നും ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല. നമ്മുടെ ദേശീയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിരുന്നില്ല. ഞാനതിലെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്ന കാര്യങ്ങൾ ഈ മേഖലക്കകത്തൊരു ദേശീയ മിനിമം കൂലി കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷത്തിലേറെയായി. MV ശാന്തകുമാരി, TK രാജൻ, K നാരായണൻ എന്നിവർ സംസാരിച്ചു. ബീഡി തൊഴിലാളി മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കുടുംബശ്രീ ജില്ലാ മിഷൻ 19ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി വെള്ളിക്കുത്ത് മഹാകവി P സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ 19ാം വാർഷികാഘോഷത്തിനും ജില്ലാതല കലോത്സവത്തിനും വെള്ളിക്കുത്ത് P സ്മാരക സ്കൂളിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. 19 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നും അവൾ അടുക്കളയിൽ കരിയും പുകയും മാത്രമേറ്റ് കഴിയേണ്ടവളല്ല എന്നുള്ളൊരു ബോധ്യം കുടുംബശ്രീയുടെ വരവോടുകൂടി നമ്മുടെ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. ആ സംവിധാനത്തോടുകൂടി സ്ത്രീകൾ കുടുംബത്തിൻ്റെ അത്താണിയാണ് എന്നുള്ളൊരു ചിന്ത അവളിൽ ഉടലെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം E പത്മാവതി അധ്യക്ഷയായി. ജില്ലാ കോർഡിനേറ്റർ KP രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കായിക മത്സരങ്ങളും സ്റ്റേജിതര മത്സരങ്ങളും നടന്നു. 16-ന് കലാമത്സരങ്ങൾ അരങ്ങേറും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്യും. ഓവറോൾ ചാമ്പ്യന്മാർക്ക് ജില്ലാ കളക്ടർ K ജീവൻ ബാബു ഉപഹാരം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. യാത്രക്കാരോടുള്ള റെയിൽവേയുടെ അവഗണന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനോടും. മംഗലാപുരം ഭാഗത്തേക്കുള്ള വണ്ടി നിർത്തിയിടുന്ന 2ാമത്തെ പ്ലാറ്റ്ഫോമാണ് അടിസ്ഥാന സൗകര്യമില്ലാതെ യാത്രക്കാരെ വലയ്ക്കുന്നത്. റേഷൻ കാർഡ് വിതരണം ഇനിയും വൈകുമെന്ന് സൂചന. 4 തവണ നീട്ടിയ കാർഡ് വിതരണം വീണ്ടും വൈകിപ്പിക്കുന്നു. പ്രതിസന്ധിയിലായി പൊതുജനങ്ങൾ. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മുൻ വർഷത്തേക്കാൾ മികച്ച വിജയവുമായി കാസർഗോഡ് ജില്ല. 13,985 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 11,081 പേർ ഉപരിപഠനത്തിന് അർഹരായി. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി രാജകോവിലകമുറ്റത്ത് ഉമ്മച്ചിത്തെയ്യം അരങ്ങിലെത്തി. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് മാപ്പിളത്തെയ്യം കെട്ടിയാടാറുണ്ടെങ്കിലും നീലേശ്വരം രാജവംശത്തിന്റെ കോവിലകങ്ങളിൽ മാത്രമാണ് ഉമ്മച്ചിത്തെയ്യം അരങ്ങേറുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന 108 വീടുകളിൽ 36 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഇരിയ കാട്ടുമാടത്തിൽ പൂർത്തിയായ വീടുകളുടെ ഗൃഹപ്രവേശന കർമ്മം K കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.